യുഎഇയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,18,000 കടന്നു. സ്വകാര്യ മേഖലയിൽ 2026ഓടെ 10% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. പ്രതിവർഷം 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് യുഎഇ മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. 2021 ആരംഭിച്ച നാഫിസ് പദ്ധതി വഴി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,18,000 കടന്നതായി യുഎഇ മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ സ്വദേശി തൊഴിൽ പങ്കാളിത്തം 230% ഉയർത്താൻ നാഫിസ് വഴി സാധിച്ചു. രാജ്യത്തെ 50-ലേറെ ജീവനക്കാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് 2026ഓടെ 10% സ്വദേശികളെ നിയമിക്കാൻ ലക്ഷ്യമിടുന്നത്. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതി നൽകിയിരുന്നു. അതേസമയം പ്രതിവർഷം 2% സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾക്ക് മന്ത്രാലയം 3 ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. സർക്കാർ കേന്ദ്രീകൃത ടെൻഡറുകളിൽ ഈ കമ്പനികൾക്ക് മുൻഗണന ലഭിക്കും. സർക്കാർ ഇടപാടുകൾക്കുള്ള നിരക്കിൽ 80% വരെ ഇളവുണ്ടാകും. നാഫിസ് പദ്ധതികളിൽ തൊഴിലുടമകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടാനാകുമെന്നും സർക്കാർ സേവന സംരംഭങ്ങളിൽ ഇത്തരം കമ്പനികൾക്ക് പ്രാമുഖ്യം നൽകുന്നത് നാഫിസ് വഴിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. സ്വദേശികളെ നിയമിച്ചതായി വ്യാജരേഖകൾ ഉണ്ടാക്കി സർക്കാർ ആനുകൂല്യങ്ങൾ തരപ്പെടുത്താൻ ശ്രമിച്ച 1934 സ്വകാര്യ സ്ഥാപനങ്ങളെ പിടികൂടിയതായി മന്ത്രാലയം അറിയിച്ചു. 20,000 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയാണ് ഇത്തരം കമ്പനികൾക്കുള്ള പിഴ. ജനം, ദുബായ്.